നമസ്കാരം. കാർ ഇൻഫോ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 9 മോട്ടോർ വാഹന വകുപ്പ് ഒരു സുപ്രധാന ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് കേരളത്തിൽ ഏത് RTO ഓഫീസിൽ നിന്നും വാഹനം ഇനി മുതൽ രജിസ്റ്റർ ചെയ്യാം. ഇതുവരെ നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ നൽകി ആ മേൽവിലാസം വരുന്ന പരിധിയിലുള്ള RTO ഓഫീസിൽ നിന്നും മാത്രമാണ് നിങ്ങൾക്ക് വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നത്. ഇനി മുതൽ ആ കടമ്പ ഒഴിവായി കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യാം. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞങ്ങൾ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു നീക്കം അണിയറയിൽ നടക്കുമ്പോൾ തന്നെ പത്രത്തിൽ വാർത്തയായിരുന്നു. അതിൻ്റെ ചില സാധ്യതകൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചില ആശങ്കകൾ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അതിൻ്റെ എനിക്ക് തോന്നിയ കുറച്ച് വിവരങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് തോന്നിയ ചെറിയ എളിയ അഭിപ്രായമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കേരള മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന സംവിധാനം പരിവാഹൻ അല്ലെങ്കിൽ സാരഥി പോർട്ടലുകൾ വഴി കേന്ദ്ര സർക്കാരിൻ്റെ സൗകര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഫേസ്ലെസ്. നമ്മൾ നേരിട്ട് ഹാജരാവാതെ കണ്ട് ഓൺലൈൻ വഴി നമുക്ക് ഒട്ടുമിക്ക സേവനങ്ങളും ലഭ്യമാണ്. അതിലത്തെ ഒരു സേവനമാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മൾ വാഹനവുമായി RTO ഓഫീസിൽ അല്ലെങ്കിൽ RTO ഉദ്യോഗസ്ഥരെ മുന്നിൽ ഹാജരാവേണ്ടതില്ല. ഏകദേശം 5 വർഷത്തോളം മുന്നേ അല്ലെങ്കിൽ 4 വർഷത്തോളം മുന്നേ കോവിഡിൻ്റെ സമയത്ത് പോലും വാഹനം രജിസ്റ്റർ ചെയ്ത് നമ്പർ അനുവദിക്കണമെങ്കിൽ വാഹനം നേരിട്ട് നമ്മൾ പുതിയ വാഹനം RTO ഓഫീസിൽ കൊണ്ടുപോയി ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് നമ്പർ അലോട്ട് ചെയ്തിരുന്നത്. അതൊക്കെ മാറി ഇപ്പം എല്ലാം ഓൺലൈനിലാണ്. ഡീലർ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. വാഹനം ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ ഫാൻസി നമ്പറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനകം നമ്പർ അലോട്ട് ആവുന്നു, നമുക്ക് മെസ്സേജ് വരുന്നു. ഇത്രയും ലളിതമായ രീതിയിലേക്ക് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടിക്രമങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു നീക്കവും നമ്മളെ ബാധിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായ രീതികളിലൂടെ ഡീലർഷിപ്പ് വഴി അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നമുക്ക് ചെറിയ അറിവുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ തന്നെ കേരളത്തിലെ ഏത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നും വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്നില്ലേ, അവിടെയാണ് ഹൈലൈറ്റ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. എനിക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തുള്ള KL01 രജിസ്ട്രേഷനിൽ വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. മറ്റൊരാൾക്ക് തൃശ്ശൂരിലെ KL08 സീരീസിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അത് സാധിക്കും. ഇതിൻ്റെ ഗുണം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒന്നുകൂടെ പറയുകയാണ്. ഫാൻസി നമ്പർ എവിടെയാണ് ലഭിക്കുന്നത് എന്ന് കണ്ടെത്തി അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ വാഹനത്തിന് ഇഷ്ടപ്പെട്ട നമ്പർ അടുത്ത് എവിടെ നിന്ന് കിട്ടും. KL86 പുതിയ സീരീസ് അവൈലബിൾ ആവണമെങ്കിൽ അവിടെ എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ വീട്ടിലൊരു വാഹനമുണ്ട്, KL8 X സീരീസിലുള്ളൊരു വാഹനമുണ്ടെങ്കിൽ എനിക്ക് X സീരീസിലെ ആ നമ്പർ, ഉദാഹരണം 1212 എന്നുള്ളൊരു നമ്പർ വേണമെങ്കിൽ ഇപ്പോൾ എവിടെയാണത് അവൈലബിൾ ആവുന്നത്? മോട്ടോർ വാഹന വകുപ്പിൻ്റെ സൈറ്റിൽ കയറി പരിശോധിച്ചാൽ അതറിയാൻ സാധിക്കും. ആ RTO ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്ത് ആ നമ്പർ കരസ്ഥമാക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ടാക്സ് അടയ്ക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമെന്ന് ചോദിച്ചാൽ ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. മാറാത്ത സൗകര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നല്ലൊരു ഗവൺമെൻറ് നമ്മുടെ ഒപ്പം ഉള്ളപ്പോൾ, നല്ലൊരു ഗതാഗത വകുപ്പ് മന്ത്രി ഉള്ളപ്പോൾ ആ ഇച്ഛാശക്തിക്ക് മുന്നിൽ മാറ്റാൻ സാധിക്കാത്ത കടമ്പകൾ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി. ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്